ഹായ് ഞാൻ ബ്ലാങ്ങാറ് ബിജു. ഇന്നത്തെ നമ്മളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കൃഷി പരിപാടിയാണ് എനിക്ക്. ആ കൃഷിയിൽ ഒരു കുല ഒടിഞ്ഞ് വീണതാണ്. അപ്പോൾ ആ കുലയൊന്ന് വെട്ടി ഇന്ന് കടയിൽ കൊടുക്കണം. തിരിച്ച് കൃഷി മാത്രമല്ല, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് വർക്കും കൂടെയാണ്. അപ്പം ഇതിൽ കൂടെ ആ കൃഷി പരിപാടിയും കൂടെ ഞാൻ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ആ കുല ഒടിഞ്ഞ് കിടക്കണമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിനെ ഒന്ന് എടുത്ത് വെട്ടി കടയിൽ കൊടുക്കണം. അതും നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് ഈ വീഡിയോ. ഇതാണ് ഞാൻ നട്ടിരിക്കുന്ന സ്ഥലം, വാഴ കൃഷിയുടെ. അപ്പോൾ ഈ കൃഷിയിൽ ഈ കാണുന്ന വാഴ നമ്മൾ, പക്ഷേ അത് കാറ്റുമില്ലായിരുന്നു എങ്ങനെ ഒടിഞ്ഞ് വീണെന്ന് അറിഞ്ഞൂടാ. എങ്കിലും കൊല വേറെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരിടത്തും തട്ടയോ പൊട്ടലൊന്നും ഇല്ലാതെ കൊല അങ്ങനെ കിട്ടി. അപ്പോൾ ഇതിനെ ഇന്ന് കടയിൽ കൊടുക്കണം. ഇതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഇതിലുള്ള ഈ തടയും കൂടെ എടുത്ത് കറി വയ്ക്കാൻ വേണ്ടി അത് കൊടുക്കണം. അങ്ങനെ കൊല വെട്ടിയിരിക്കുകയാണ്. പക്ഷേ കൊല അസാമാന്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. കൊല ആ കണക്കിന് ഒരു ഇത്തിരി വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കായും വേറെ കുഴപ്പമില്ല. ഇനി അടുത്തുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇനി ഇതിൻ്റെ തടയെടുക്കണം. തടയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തുള്ള പണി ഇന്നത്തോടെ തീരും. നമ്മളെ ഈ കൊല ഒടിഞ്ഞു വീഴാനുള്ള ഒരു കാരണമുണ്ട്. നമ്മൾ ആര് കൃഷി ചെയ്തിരുന്നാലും ഈ ഏത്തൻ വാഴ നട്ട് കഴിഞ്ഞാൽ അതിൽ തടപ്പുഴ എന്ന് പറഞ്ഞ സാധനം കയറും. അത് കയറിക്കഴിഞ്ഞാൽ ഏത് വാഴയും ഒടിഞ്ഞു വീഴും. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പറഞ്ഞാൽ ഏത്തൻ കൊലയിലേക്കാണ് ബാധിക്കുന്നത്. അപ്പം ആ സാധനം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയാണ് ഞാൻ വെട്ടി നോക്കുന്നത്. അതിനിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ പരുവാണ് ഞാനിപ്പോൾ കീറിയപ്പോൾ കിട്ടിയതാണ്. ഇതിൽ തടപ്പുഴ എന്ന് പറഞ്ഞ സാധനം കയറുന്നതാണ്. ഈ തടപ്പ് എന്ന് പറയുന്നത് ആദ്യത്തേത് ഈ വണ്ടാണ്. ഇതാ കാണുന്ന ഈ വണ്ട് തുരന്ന് അതിനകത്ത് കയറും. ഒന്നും രണ്ടൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ തൈലം അടിച്ചിട്ടും ഒരു രക്ഷയില്ല. ഇവന്മാർ ഇത്രയും തീർത്ത് വെച്ചത് തട. അതാണ് ആ കൊല ഒടിഞ്ഞു വീഴാനുള്ള കാര്യം. ഇതിനൊക്കെ നമ്മളങ്ങനെ വിടാൻ പാടില്ല. രണ്ട് തട്ട് കെട്ടി അങ്ങ് കൊല്ലണം, ഇല്ലെങ്കിൽ അടുത്തുള്ള വാഴയ്ക്കും കൂടെ കേടായിരിക്കും. ഇനിയും കാണും കേട്ടോ, ഇഷ്ടം പോലെ. മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രസകളി, മോറീസ്, പാളയംകുട ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ തടപ്പുഴ മാക്സിമം അതിൽ കയറില്ല, കപ്പയായാലും. പക്ഷേ ഏത്തല്ലെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കയറും. കയറിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, കൊല ഒടിഞ്ഞു വീഴും. നമ്മൾ എത്ര തൈലം അടിച്ചാലും ശരി അതിൽ തടപ്പുഴ കയറിയിരിക്കും. ഇനി ഇതിനകത്ത് അതിൻ്റെ പുഴു കാണും. ഈ സാധനം മുട്ടയിട്ട് ഇത് പുഴുവാക്കും. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ ചെറിയ ഒരു തോട്ടമാണ്, കൃഷി. എൻ്റെ പണിയുടെ ഇടയിൽ കൂടെയും ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ പണിയില്ലാത്ത സമയങ്ങളിലൊക്കെ വന്ന് ഇതേപോലെ ഇതിനൊക്കെ നട്ട് പറക്കി വെച്ച് നമുക്കൊരു വിളവെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇതേപോലെ ഓടിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടാം. പക്ഷേ കിട്ടിയതിൽ നല്ലൊരു ഏത്തൻ കായ ഇത് തന്നെ ഉള്ളു എനിക്ക് കിട്ടിയതിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കദളി ഇതാ ഇപ്പോൾ ഒരു ചെറിയ തൈയോടെ നട്ട് ഈ പരുവത്തിൽ നിൽക്കുകയാണ് കദളി. ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ് എൻ്റെ കൃഷിത്തോട്ടം. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്ലംബിങ്ങിൻ്റെ ജോലിക്ക് പോകാനുള്ളത്. ഓക്കെ, ബൈ.